ബ്രാൻഡ് വൈറലാവണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നെയിം ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ കൂടെ എന്ത് സെല് ചെയ്യണം? ഇമോഷൻസ് കൂടി സെല് ചെയ്യണം. അതെ, അതിനൊരു മെയിൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു എനർജി ഡ്രിങ്ക് ആണ് റെഡ് ബുൾ എന്ന് പറയുന്നത്. വളരെ വലിയൊരു ടോപ്പ് ബ്രാൻഡ് തന്നെയാണ് റെഡ് ബുൾ എന്ന് പറയുന്നത്. പക്ഷേ റെഡ് ബുളിന്റെ ആഡുകളും അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 100 വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 95 വീഡിയോസിലും അവർ ബ്രാൻഡ് നെയിം അവർ എടുത്ത് പറയൊന്നുമില്ല. അതായത് നിങ്ങൾ റെഡ് ബുൾ വാങ്ങൂ, റെഡ് ബുൾ കുടിക്കൂ എന്നൊന്നും അവർ എടുത്ത് പറയില്ല. അവർ ചെയ്യുന്ന കാര്യം എന്താ പറയുക, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആയിട്ട് അവർ ഈ റെഡ് ബുൾ വന്ന് പേസ്റ്റ് ചെയ്യും. ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഒരു സ്പോർട്സിന്റെ ഒരു വീഡിയോ, ഒരു ആഡ് അവർ സ്പോർട്സിൽ ഇങ്ങനെ ആളുകൾ അത്ലറ്റ്സ് ഓടുകയാണ്. അപ്പൊ അവർ ഓടുന്നതിന്റെ ഇടയിൽ അവർ ക്ഷീണിച്ച് ഇങ്ങനെ തളർന്നു വീണ് ആ ഒരു സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഡ്രിങ്ക് ഈ റെഡ് ബുൾ ആയിരിക്കും. അപ്പൊ എന്താ, ആ റെഡ് ബുൾ കുടിക്കുന്നതോട് കൂടി ആ ആള് വളരെ എനർജിയോട് കൂടി വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ്. സോ ആളുകൾ എന്താ മനസ്സിലാക്കുക, ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്. ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം എനർജറ്റിക് ആകും. നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ പഴയതുപോലെ ഓടാൻ പറ്റില്ലെങ്കിൽ പഴയതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരുപാട് വീഡിയോസ് ഇവർ അങ്ങനെയാണ്, അതായത് അഡ്വഞ്ചർ വീഡിയോസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമോഷൻസിനെ കണക്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബ്രാൻഡ് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. പക്ഷെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതായത് ആളുകൾ വിചാരിക്കും എന്താ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ എനർജി ഉണ്ടാവും. പക്ഷെ റെഡ് ബുൾ മാത്രമൊന്നല്ല കേട്ടോ. അതുപോലെ കാഡ്ബറീൻ്റെ ഒക്കെ പരസ്യം, അതായത് ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ ഒക്കെ പരസ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിലിപ്പോൾ കപ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണില്ലേ, അതിൽ കൂടെ അവർ ഇമോഷൻസ് സെല് ചെയ്യുന്നത് ഏത് രീതിയിൽ കൂടെ ആണെന്ന് വെച്ചാൽ ലവ് ആൻഡ് കെയറിലൂടെയാണ്. വളരെ സ്നേഹത്തോടെ നമ്മൾ കാഡ്ബറിയുടെ ഒക്കെ പരസ്യം കണ്ടില്ലേ, ഒരു നല്ല കാര്യത്തിന് മുന്നേ അല്പം മധുരം പകരോ. അതായത് അവർ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് സ്നേഹം, പ്രണയം, അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസിനൊക്കെയാണ് അവർ കൂടുതലും. അതായത് ഒരു ചോക്ലേറ്റ് എന്നതിലുപരി ഡയറി മിൽക്ക് നിങ്ങൾ വാങ്ങൂ കഴിക്കൂ എന്നതിലുപരി ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പങ്കുചേരൂ. അതായത് മധുരം കഴിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതി, അതായത് ആളുകളെ ഇമോഷൻസ് അവർ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ അവരുടെ ബ്രാൻഡ് നെയിം കൊണ്ട് അവർ പേസ്റ്റ് ചെയ്യണം. അതിനാണ് കുറച്ചുകൂടെ റീച്ച് കൂടാനുള്ള ചാൻസ് ഉള്ളത്. സോ നിങ്ങളുടെ ബ്രാൻഡ് വൈറലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമുമായി കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് റിസർച്ച് നടത്താം. എന്നിട്ട് അവിടെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കും ബ്രാൻഡ് നെയിമിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.